ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നലെ കാണിച്ചിരുന്ന വീഡിയോ കുറേ പേര് കണ്ടു. ഈയിടെ നടത്തിയ തേക്കടി ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു ഇന്നലെ കാണിച്ചിരുന്നത്. ഇവിടുന്ന് പോകാനുള്ള ഒരുക്കങ്ങളും യാത്രയുടെ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളും അവിടെ ചെന്നിട്ട് റൂമും എല്ലാമാണ് ഇന്നലെ ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഷെയർ ചെയ്യുകയാണ്, അതായത് ലാസ്റ്റ് പാർട്ട്. ഞാൻ എല്ലാ വീഡിയോയും എടുത്തത് ഒറ്റ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ 3 ദിവസത്തേക്കാണ് പോയത്. കാരണം കൂടെ ഹസ്ബൻഡ് മോളും ഉള്ളത് കാരണം അവർക്കും ഒരു മുഷിപ്പാവണ്ടെന്ന് ഓർത്തിട്ട് എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുത്തൊന്നുമില്ല. ഒറ്റ ദിവസമാണ് ഈ വീഡിയോ എല്ലാം എടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് തേക്കടി എന്നുള്ള എല്ലാ വീഡിയോയിലും ഞാൻ ഈ യെല്ലോ ടോപ്പ് തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇനി മേലാൽ ഈ യെല്ലോ ടോപ്പ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കത്തിച്ച് കളയുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് പോകാനായിട്ട് ബഗ്ഗി വരാനായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴേക്കാണ് അവിടെ ഒരു കാപ്പിയുടെ കുറേ ചെടികൾ നിൽക്കുന്നു, കുറേ ഏലമൊക്കെയാണ് താഴെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ ആ ബഗ്ഗി വരുന്ന സമയം കൊണ്ട് ഞാൻ അതിൻ്റെ ചുറ്റുപാടും ഒന്ന് നോക്കുമായിരുന്നു. അവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ പലകയും കുറേ കയറും ഒക്കെ കെട്ടിയിട്ട് അവിടെ ഒരു പോണ്ട് കണ്ടില്ലേ, ആ പോണ്ടിൻ്റെ മേലേക്കൂടെ പാസ് ചെയ്യുന്ന റോപ്പ് വേ ആണോ സിപ്പ് ലൈൻ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഏതോ ഒന്ന് അവിടെ ഉണ്ട്. ഒരു പ്രാവശ്യം അങ്ങനെ ഒരു കുട്ടി പാസ് ചെയ്യുന്ന കണ്ടു, പക്ഷേ വീഡിയോ എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി അങ്ങ് പാസ് ചെയ്ത് പോയി. ഇങ്ങനെ കയറും പലകയും ഒക്കെ ആയിട്ടുള്ള കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ താല്പര്യമുള്ളവർക്ക് ശരിക്കും സമയം പോകാനും നല്ലൊരു സ്ഥലമാണിത്. ഈ റിസോർട്ട് മൊത്തം ഒരു 18-20 ഏക്കറാണ് കേട്ടോ. നമുക്കങ്ങനെ നടന്ന് കണ്ട് തീർക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ കണ്ട് തീർന്നപ്പോഴേക്കും നമ്മുടെ ബഗ്ഗി വന്നു. അവിടെ ഒരു കൊച്ചൊരു മൺകുടിൽ കണ്ടല്ലോ. ആ ഒരു ഹട്ടിനകത്താണ് നമ്മുടെ ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ എല്ലാ ഇൻസ്ട്രുമെൻസും വെക്കുന്നത്. നമുക്ക് റൂമിലോട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കൊണ്ട് തരും, പക്ഷേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കോംപ്ലിമെൻ്ററി ആണ്. ബ്രേക്ക്ഫാസ്റ്റും വൈകുന്നേരത്തെ സ്നാക്സും ടീം കോംപ്ലിമെൻ്ററി ആണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ റെസ്റ്റോറൻറ്റിലോട്ട് കയറുന്നതിൻ്റെ ആ ഒരു തുടക്കം തന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ. ആ ഹാങ് ചെയ്ത് കിടക്കുന്ന ആ ഫ്ലവേഴ്സും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് എടുത്തു എന്നുള്ളതേ ഉള്ളേ. നിങ്ങൾക്കറിയാലോ, ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ എപ്പോഴും ബുഫേ ആയിരിക്കും. അപ്പം ജ്യൂസ്, മിൽക്ക് ഷേക്ക്, പിന്നെ മഫിൻസ്, അങ്ങനെ ബനാന കേക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൂടാതെ നമുക്ക് ടോസ്റ്റ് ചെയ്ത ബ്രെഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീറ്റ് ബ്രെഡോ ആട്ട ബ്രെഡോ, പിന്നെ അങ്ങനെ എല്ലാ ഐറ്റംസും, സോസേജും ബേക്കണും, അങ്ങനെ പലതരത്തിൽ ഫ്രഞ്ച് ടോസ്റ്റ്, അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന നേരം കൊണ്ട് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട്, എൻ്റെ ചാനൽ ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ഒരു ചാനലല്ല. കുക്കിംഗ് വീഡിയോ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. ഈ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എപ്പോഴും എടുക്കുന്നത് സ്ഥിരമായിട്ട് ടോസ്റ്റ് ചെയ്ത ബ്രെഡും ബട്ടറും മെർമലൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെർമലൈഡും മാത്രമാണ്. പിന്നെ 2-3 ദിവസമൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ ബാക്കിയൊന്നും എടുത്തില്ലല്ലോ എന്നൊരു മനസ്താപം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഇഡ്ഡലിയോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്താലേ ഉള്ളൂ കേട്ടോ. മോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ദിവസം പോലും വന്നില്ലായിരുന്നു. സേവി സ്ഥിരം എടുക്കുന്നത് പൂരി അല്ലെന്നുണ്ടെങ്കിൽ അപ്പം, ഇതൊക്കെയാണ്. ബ്രെഡും ബട്ടറും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും സേവിക്ക് വേണ്ട. പിന്നെ നമ്മൾ വീട്ടിൽ വെച്ച് ഒരിക്കലും കഴിക്കാത്തൊരു സാധനമാണ് ബ്രെഡും ബട്ടറും ജാമും അങ്ങനെയുള്ളതൊക്കെ. അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ എനിക്ക് എന്തുകൊണ്ടോ എപ്പോഴും ഞാൻ ഇതേ സാധനമാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പുറത്തിരുന്ന് കഴിക്കാനും ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ഇത്. ആ സ്ഥലത്ത് നിന്നിട്ട് മേളിൽ നിന്ന് താഴോട്ടുള്ള ആ ഒരു വ്യൂ ഒന്ന് എടുക്കുമായിരുന്നു കേട്ടോ. ആ ഒരു മേളിൽ നിന്ന് കാണാവുന്ന അത്രയും, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ. ഈ സൈഡിൻ്റെ ആ റൈറ്റ് സൈഡിൽ അങ്ങേ അറ്റത്തായിട്ടാണ് നിങ്ങൾ നോക്കുമ്പം ഒരു ലൈറ്റ് ബ്ലൂ കളർ കാണാമല്ലോ, അതാണ് അവിടുത്തെ സ്വിമ്മിംഗ് പൂള്. നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ തന്നെ കുറേ ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. പിന്നെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ വെറുതെ നമ്മളുടെ മുറികളുടെയൊക്കെ ഡോറ് പോലെ ഒരു ഡോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സ്വിമ്മിംഗ് പൂളിലിരിക്കുന്ന സ്ഥലമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പ്രത്യേകിച്ചും ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ട് ഈ ഡോർ ഇങ്ങനെ തുറക്കുമ്പോഴാണ് താഴോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് അതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മേലോട്ട് നടക്കണമായിരുന്നു. 2 ഡെക്കുണ്ട് ഇവിടെ കേട്ടോ. 2 ലെവലിലുള്ള തടി കൊണ്ടുള്ള ഡെക്കുണ്ട് കേട്ടോ. നല്ല രസം അവിടെ ഇരിക്കാനായിട്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ അയണിൻ്റെ ടേബിളും ചെയറും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ ദിവസവും രാവിലെ യോഗ സെഷനുണ്ട്. അവിടെ യോഗയ്ക്കൊന്നും പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ വൈകുന്നേരമോ രാവിലെയോ അവിടെ ഇങ്ങനെ പോയി നിൽക്കും. ഞാൻ ആ നിന്ന സ്ഥലമാണ് ലോവർ ഡെക്ക്. മറ്റേത് മുകളിൽ നിങ്ങൾ കണ്ടല്ലോ, മുകളിലത്തെ ഡെക്കുമുണ്ട്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ നാപ്കിൻ ഫോൾഡിങ് ട്യൂട്ടോറിയലുണ്ട്, കുക്കിംഗ് ട്യൂട്ടോറിയലുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നല്ലോ. അത് ഞാൻ നിങ്ങളെ പെട്ടെന്ന് ഓടിച്ചൊന്ന് കാണിക്കുകയാണ് കേട്ടോ.
ഞാൻ ഈ ഭാഗമൊക്കെ ഇച്ചിരി ഫാസ്റ്റ് ആക്കുവാണേ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, കാണാൻ താല്പര്യമില്ലാത്തവരും ഇരുന്നുകൊണ്ട് കാണണ്ടേ. നാപ്കിൻ ഫോൾഡിങ് പഠിക്കണം എന്നുള്ളവർക്ക് ഒന്നിൽ ഈ വീഡിയോ ഒന്ന് സ്ലോ ആക്കണം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പഠിക്കാവുന്നതേ ഉള്ളേ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ ഉണ്ടാക്കി, പിന്നെ ക്യാൻഡിൽ ഉണ്ടാക്കി, റോസ് ഉണ്ടാക്കി, ഹാർട്ട് ഉണ്ടാക്കി, അങ്ങനെ 4 രീതിയിലാണ് നാപ്കിൻ ഫോൾഡിങ് പഠിപ്പിച്ചത്. 4 അല്ല കേട്ടോ, 5 രീതിയിൽ. ബിഷപ്സ് ക്യാപ്സ് എന്നാണെന്ന് തോന്നുന്നു. നമ്മുടെ സാധാരണ ഏത് ഹോട്ടലിൽ ചെന്നാലും കാണുമല്ലോ, ദേ ഈ കൂർത്തിരിക്കുന്നില്ലേ 2 അതിനാണ് ബിഷപ്സ് ക്യാപ്പ് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. നമ്മുടെ ബട്ടർഫ്ലൈ അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തത് ക്യാൻഡിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ മേല, അവിടുത്തെയൊക്കെ ഓരോ സ്റ്റാഫിൻ്റെയും പെരുമാറ്റ രീതി കേട്ടോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരാൾ പോലും ഒരു ദുർമുഖം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെ ചെന്ന് കഴിഞ്ഞാലും എത്ര നല്ല റിസോർട്ടായാലും ആരെങ്കിലും ഒരാളെങ്കിലും നമുക്ക് ചെറുതായിട്ടൊരു ഇച്ചിരി മുഷിപ്പ് തോന്നുന്ന ഒരാൾ കാണും. പക്ഷേ ഇവിടെ ബ്ലാങ്കറ്റ് ഡേയ്സ് എന്നാണ്, ഞാനത് പറഞ്ഞില്ല, ബ്ലാങ്കറ്റ് ഡേയ്സ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് തേക്കടിയിൽ. അവിടെ 3-4 സ്റ്റാഫിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അനീതിയായിപ്പോവും. കാരണം ഓരോ സ്റ്റാഫും വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, വളരെ നന്നായിട്ട് പെരുമാറാൻ അറിയാവുന്ന ആൾക്കാരാണ്. നമുക്ക് ഫോട്ടോഗ്രാഫി താല്പര്യമുണ്ടെങ്കിൽ അതിനെ സഹായിക്കാൻ, പിന്നെ ഞാൻ ലൈവ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാമറ വെക്കാനായിട്ട് പൊക്കമുള്ള ഒരു ചെയർ വേണമായിരുന്നു, അതവർ താഴെ എനിക്ക് കൊണ്ടു തന്നു. ഇപ്പം തന്നെ ഈ നാപ്കിൻ ഫോൾഡിങ്ങിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കുമ്പോഴായാലും, ആ കുക്കിംഗ് ട്യൂട്ടോറിയലിൻ്റെ ഇടയ്ക്ക് സംശയം ചോദിക്കുമ്പോഴായാലും വളരെ ക്ഷമയോടെയാണ് അവർ ഓരോന്നും പറഞ്ഞു തരുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം സ്നാക്ക് ഉണ്ടായിരുന്നു. അന്ന് ഉള്ളിവടയായിരുന്നു. ഓരോ ദിവസവും ഓരോ സ്നാക്കാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റ ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുക്കിംഗ് ട്യൂട്ടോറിയലൊക്കെ ഓരോ ദിവസവും ഓരോ ഐറ്റം കാണിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ഒരു ദിവസമേ പോയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പോയതുകൊണ്ട് വീഡിയോ എല്ലാത്തിൻ്റെയും എടുത്തു എന്നുള്ളതല്ലാതെ നമ്മുടെ മെയിൻ ഉദ്ദേശം ഫാമിലിയുടെ കൂടെ കുറച്ച് നല്ല സമയം ചിലവാക്കുക എന്നുള്ളതല്ലേ. പക്ഷേ രാത്രിയിൽ ഡിന്നർ കഴിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ മട്ടും ഒക്കെ അങ്ങ് മാറിയിട്ട് എല്ലായിടത്തും ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് എന്തോ ഒരു ശേലായിരുന്നെന്നറിയാവോ കാണാനായിട്ട്. എന്നെ നന്നായിട്ട് അറിയാവുന്നവർക്കറിയാം, എനിക്കിങ്ങനെ ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നത്, നിങ്ങളെ ക്രിസ്മസിൻ്റെയൊക്കെ വീഡിയോയും കണ്ടല്ലോ, മെഴുകുതിരി കത്തിച്ച് വെക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അതറിഞ്ഞിട്ടാണോ അവരിങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. അതുപോലെ രസമായിരുന്നു കേട്ടോ. ഈ ക്യാൻഡിലെല്ലാം കൂടെ കത്തിച്ച് വെച്ച് ആ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്കും പകലത്തെ ആ ഒരു മട്ടയല്ല, ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നേ. അവിടെ എല്ലാ ഭാഗത്തും നടന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസിൻ്റെ സമയം. ഇനി നമുക്ക് അത് കാണാമേ. അങ്ങനെ ഡാൻസൊക്കെ ആസ്വദിച്ച് ബഗ്ഗിയിൽ തന്നെ നമ്മളെ നമ്മുടെ കോട്ടേജിലോട്ടാക്കി. ബഗ്ഗിയിലേ വരാൻ പറ്റുള്ളൂ കേട്ടോ, നല്ലൊരു ദൂരമുണ്ട് അങ്ങോട്ട്. ഞാൻ പറഞ്ഞല്ലോ 18-20 ഏക്കറോളമുണ്ട്. അപ്പോൾ നല്ല രസമാണ് രാത്രിയിൽ ബഗ്ഗിയിൽ അതുവഴി വരാനായിട്ട്. നല്ല ശേലാണ്. ചുറ്റുപാടും കാടല്ലേ, അതുകൊണ്ട് തന്നെ നിറയെ ചീവീടിൻ്റെ ശബ്ദവുമൊക്കെ ആയിട്ട്. പിന്നെ ഈ ക്ലൈമറ്റ് നിങ്ങൾക്കറിയാലോ, ആ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ടാണ് ചെടികളെല്ലാം നിൽക്കുന്നത്. നല്ലതായിട്ട് ആ എല്ലാ സ്ഥലവും, ഇത്രയും സ്ഥലമുണ്ടെങ്കിലും ആ സ്ഥലമെല്ലാം വളരെ നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 ദിവസം അവിടുത്തെ സുഖവാസമൊക്കെ അവസാനം വീണ്ടും നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് തന്നെ. എവിടെയൊക്കെ എത്രയൊക്കെ നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ബെഡിൽ കിടക്കുന്ന സുഖമൊന്നും വേറെ ഒരിടത്തും കിട്ടില്ല അല്ലേ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി കുറച്ച് ദിവസം ഫാമിലിയുടെ കൂടെ വേറെ ഒരു ബഹളങ്ങളും ഇല്ലാതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ബോട്ടിങ്ങിന് പോവുക, വേറെ ഒരു ആക്ടിവിറ്റിക്കും പോയില്ല. തേക്കടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും ചോദിച്ചു, നിങ്ങൾ ബോട്ടിങ്ങിന് പോയില്ലേ, അവിടെ ആനയെ കണ്ടോ, കുതിരയെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞങ്ങൾ ഒന്നിനും പോയില്ല. വേറെ ആരെങ്കിലുമൊക്കെ വെച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സമാധാനമായിട്ട് ഇരുന്ന് ബാക്കിയുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉള്ള ഊർജ്ജവും സന്തോഷവും ഒക്കെ സംഭരിച്ച് തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട്. അപ്പോൾ ഈ ട്രാവൽ വ്ളോഗ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്